ഹലോ ഫ്രണ്ട്സ്, GK മലയാളത്തിലേക്ക് സ്വാഗതം. 2024 ഡിസംബർ 8 മുതൽ 14 വരെയുള്ള ആനുകാലിക വിവരങ്ങൾ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത്തെ ഗവർണറായി നിയമിതനായത് ആര്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണറായി നിയമിതനായത് ഉത്തരം സഞ്ജയ് മൽഹോത്ര. 3 വർഷത്തേക്കാണ് നിയമനം. ശക്തികാന്ത ദാസിന്റെ പിൻഗാമിയായിട്ടാണ് സഞ്ജയ് മൽഹോത്ര നിയമിതനായത്. 2024 ഡിസംബറിൽ സിംഗപ്പൂരിൽ നടന്ന ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായത് ആര്? 2024 ഡിസംബറിൽ സിംഗപ്പൂരിൽ നടന്ന ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായത് ഡി ഗുഗേഷ്. നിലവിലെ ചാമ്പ്യൻ ചൈനയുടെ ഗ്രാൻഡ് മാസ്റ്റർ ഡിങ് ലിറനെ പരാജയപ്പെടുത്തിയാണ് ഗുഗേഷ് ലോക ചെസ് ചാമ്പ്യനായത്. 5 തവണ ലോക ചാമ്പ്യനായ വിശ്വനാഥൻ ആനന്ദിനു ശേഷം ലോക ചാമ്പ്യനാവുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ഡി ഗുഗേഷ്. ലോക ചെസ് കിരീടം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡും ഗുഗേഷ് സ്വന്തമാക്കി. 22ാം വയസ്സിൽ ചാമ്പ്യനായ റഷ്യൻ ഇതിഹാസം ഗാരി കാസ്പറോവിന്റെ റെക്കോർഡാണ് ഗുഗേഷ് മറികടന്നത്. 18 വയസ്സും 8 മാസവും 14 ദിവസവുമാണ് ഗുഗേഷിന്റെ പ്രായം. 2023 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2023 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ഉത്തരം ഷാജി N കരുൺ. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയാണ് JC ഡാനിയൽ പുരസ്കാരം. പച്ചക്കറി ആവശ്യത്തിനു വേണ്ടി വികസിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഇഞ്ചി ഇനം. പച്ചക്കറി ആവശ്യത്തിനു വേണ്ടി വികസിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഇഞ്ചി ഇനത്തിന്റെ പേര് ഉത്തരം IISR സുരസ. IISR സുരസ എന്നാണ് ഈ ഇഞ്ചി ഇനം അറിയപ്പെടുന്നത്. കഴിക്കുമ്പോൾ കുത്തൽ അനുഭവപ്പെടാത്ത രുചിയുള്ള ഇഞ്ചി ഇനമാണ് IISR സുരസ. കോഴിക്കോട് ഭാരതീയ സുഗന്ധവിള ഗവേഷണ സ്ഥാപനമാണ് IISR സുരസ എന്ന ഇഞ്ചി ഇനം വികസിപ്പിച്ചെടുത്തത്. 2024 ക്രോസ്വേർഡ് ബുക്ക് അവാർഡ് ലഭിച്ച സഹറു നുസൈബ കണ്ണനാരിയുടെ നോവൽ ഏത്? 2024 ദ ക്രോസ്വേർഡ് ബുക്ക് അവാർഡ് ലഭിച്ച സഹറു നുസൈബ കണ്ണനാരിയുടെ നോവൽ ഉത്തരം ക്രോണിക്കിൾ ഓഫ് ആൻ അവർ ആൻഡ് എ ഹാഫ് എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. പശ്ചിമഘട്ടത്തോട് ചേർന്ന് കിടക്കുന്ന വൈഗ എന്ന ഗ്രാമത്തിൽ ഇടിമിന്നലും പേമാരിയും നാശം വിതയ്ക്കുന്നതും അത് അവിടുത്തെ മനുഷ്യബന്ധങ്ങളിൽ ഉണ്ടാക്കുന്ന ദുരിതങ്ങളുമാണ് നോവലിന്റെ ഇതിവൃത്തം. ഇംഗ്ലീഷിലും ഇന്ത്യൻ ഭാഷകളിലും ഇന്ത്യൻ വംശജരുടെ മികച്ച കൃതികളെ അംഗീകരിക്കുന്നതിനായി ഇന്ത്യയിൽ എല്ലാ വർഷവും നൽകി വരുന്ന അവാർഡാണ് ക്രോസ്വേർഡ് ബുക്ക് അവാർഡ്. 29ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് ജേതാവ് ആര്? 29ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാര ജേതാവ് ഉത്തരം പായൽ കപാഡിയ. കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രി പുരസ്കാരം നേടിയ ഓൾ വി ഇമാജിൻ എ ലൈറ്റ് എന്ന ചിത്രത്തിന്റെ സംവിധായികയാണ് പായൽ കപാഡിയ. 2002 ഗോത്ര ട്രെയിൻ കത്തിക്കൽ സംഭവത്തെ ആസ്പദമാക്കി നിർമ്മിച്ച സിനിമ ഏത്? 2002 ഗോത്ര ട്രെയിൻ കത്തിക്കൽ സംഭവത്തെ ആസ്പദമാക്കി നിർമ്മിച്ച സിനിമ ദ സബർമതി റിപ്പോർട്ട്. മഹാരാഷ്ട്രയുടെ പുതിയ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? അടുത്തിടെ മഹാരാഷ്ട്രയുടെ പുതിയ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ദേവേന്ദ്ര ഫട്നവിസ്. 2024 മികച്ച വനിതാ ടെന്നീസ് താരത്തിനുള്ള പുരസ്കാരം നേടിയത് ആര്? 2024 മികച്ച വനിതാ ടെന്നീസ് താരത്തിനുള്ള പുരസ്കാരം നേടിയത് ഉത്തരം ആര്യാന സബലേങ്ക. വനിതാ ടെന്നീസ് അസോസിയേഷൻ ഗവേണിംഗ് ബോഡിയാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. വോട്ടെടുപ്പിലൂടെയാണ് ലോകത്തിലെ മികച്ച താരത്തെ തിരഞ്ഞെടുത്തത്. അടുത്തിടെ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്തായ ഫ്രഞ്ച് പ്രധാനമന്ത്രി ആര്? അടുത്തിടെ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്തായ ഫ്രഞ്ച് പ്രധാനമന്ത്രി ഉത്തരം മിഷേൽ ബാർണിയർ. ചെസ് ഗ്രാമം എന്നറിയപ്പെടുന്ന തൃശൂരിലെ മരോട്ടിച്ചാലിനെ ആസ്പദമാക്കി നിർമ്മിച്ച ഹിന്ദി ചിത്രത്തിന്റെ പേര്?
ചെസ് ഗ്രാമം എന്നറിയപ്പെടുന്ന തൃശൂരിലെ മരോട്ടിച്ചാലിനെ ആസ്പദമാക്കി നിർമ്മിച്ച ഹിന്ദി ചിത്രം. ഉത്തരം പോൺ ഓഫ് മരോട്ടിച്ചാൽ. മെറിയം വെബ്സൈറ്റർ നിഘണ്ടു തെരഞ്ഞെടുത്ത 2024 വാക്ക് ഏത്? മെറിയം വെബ്സൈറ്റർ നിഘണ്ടു തെരഞ്ഞെടുത്ത 2024 വാക്ക് പോളറൈസേഷൻ. ധ്രുവീകരണം എന്നർത്ഥം വരുന്ന വാക്കാണ് പോളറൈസേഷൻ. രണ്ട് വിഭാഗങ്ങളോ സംഘങ്ങളോ തമ്മിൽ ശക്തമായ വിയോജിപ്പ് സൃഷ്ടിക്കുന്നതിനെയാണ് പോളറൈസേഷൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഭിന്നശേഷിക്കാർക്ക് സ്വയം തൊഴിൽ ധനസഹായം നൽകാൻ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര്. ഭിന്നശേഷിക്കാർക്ക് സ്വയം തൊഴിൽ ധനസഹായം നൽകാൻ ആവിഷ്കരിച്ച പദ്ധതി കൈവല്യം. ഇന്ത്യൻ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ 2024 ആതിഥേയത്വം വഹിക്കുന്ന സ്ഥാപനം ഏത്? ഇന്ത്യൻ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ 2024 ആതിഥേയത്വം വഹിക്കുന്ന സ്ഥാപനം. ഉത്തരം IIT ഗുവാഹത്തി. തിരുവനന്തപുരത്തെ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത മരിച്ചീനി ഇനങ്ങൾ ഏതൊക്കെയാണ്? തിരുവനന്തപുരത്തെ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത മരിച്ചീനി ഇനങ്ങൾ. ഉത്തരം ശ്രീ അന്നം, ശ്രീ മന്ന. ശ്രീ അന്നം, ശ്രീ മന്ന എന്നീ മരിച്ചീനി ഇനങ്ങളാണ് തിരുവനന്തപുരം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം അടുത്തിടെ വികസിപ്പിച്ചെടുത്തത്. തൃശൂർ നഗരത്തിലെ ലാലൂരിൽ നിലവിൽ വരുന്ന കേരളത്തിലെ ഏറ്റവും വലിയ സ്പോർട്സ് കോംപ്ലക്സ് ആരുടെ പേരിലാണ്? തൃശൂർ നഗരത്തിലെ ലാലൂരിൽ നിലവിൽ വരുന്ന കേരളത്തിലെ ഏറ്റവും വലിയ സ്പോർട്സ് കോംപ്ലക്സിന് ആരുടെ പേരാണ് നൽകുന്നത്? IM വിജയൻ. 65 വയസ്സിനുമേൽ പ്രായമുള്ളവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായുള്ള കേരള സർക്കാർ പദ്ധതി. 65 വയസ്സിനുമേൽ പ്രായമുള്ളവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായുള്ള കേരള സർക്കാർ പദ്ധതി വയോമിത്രം. സാമൂഹ്യ സുരക്ഷാ മിഷന്റെ പദ്ധതിയാണ് വയോമിത്രം. 2025 ഓസ്കാറിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായ ലാപ്ത ലേഡീസ് ഏതു പേരിലാണ് ഓസ്കാറിൽ എത്തുന്നത്? 2025 ഓസ്കാറിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായ ലാപ്ത ലേഡീസ് ഏതു പേരിലാണ് ഓസ്കാറിൽ എത്തുന്നത്? ലോസ്റ്റ് ലേഡീസ്. സംവിധാനം കിരൺ റാവു. സർവമത ആരാധനാ കേന്ദ്രം എവിടെ സ്ഥാപിക്കുവാനാണ് ശ്രീനാരായണ ധർമ്മസംഘം ഒരുങ്ങുന്നത്? സർവമത ആരാധനാ കേന്ദ്രം എവിടെ സ്ഥാപിക്കുവാനാണ് ശ്രീനാരായണ ധർമ്മസംഘം ഒരുങ്ങുന്നത്? ശിവഗിരി. ആഗോള വിശപ്പ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. 127 രാജ്യങ്ങൾ ഉൾപ്പെട്ട ആഗോള വിശപ്പ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 105. ഇന്ത്യ 105-ാം സ്ഥാനത്ത്. 3D ബയോ പ്രിന്റിങ്ങിലൂടെ ജീവനുള്ള കോശങ്ങളെ വികസിപ്പിക്കുവാനുള്ള ബയോ ഇങ്ക് ഉൽപ്പാദിപ്പിച്ച ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? 3D ബയോ പ്രിന്റിങ്ങിലൂടെ ജീവനുള്ള കോശങ്ങളെ വികസിപ്പിക്കുവാനുള്ള ബയോ ഇങ്ക് ഉൽപ്പാദിപ്പിച്ച ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. ശ്രീചിത്രയിലെ ഗവേഷകരായ ഷൈനി വേലായുധന്റെയും PR അനിൽകുമാറിന്റെയും നേതൃത്വത്തിലാണ് ബയോ ഇങ്ക് വികസിപ്പിച്ചത്. ഗ്രാമീണ ഉൽപ്പന്നങ്ങൾ മുഴുവൻ ഒരു കുടക്കീഴിൽ എന്ന ആശയത്തെ പ്രാവർത്തികമാക്കുന്നതിനു വേണ്ടിയുള്ള കുടുംബശ്രീയുടെ ദേശീയ സരസ് മേള 2025 വേദി എവിടെയാണ്? ഗ്രാമീണ ഉൽപ്പന്നങ്ങൾ മുഴുവൻ ഒരു കുടക്കീഴിൽ എന്ന ആശയത്തെ പ്രാവർത്തികമാക്കുന്നതിനു വേണ്ടിയുള്ള കുടുംബശ്രീയുടെ ദേശീയ സരസ് മേള 2024 നടക്കുന്നത് എവിടെ വെച്ച്? ഉത്തരം ചെങ്ങന്നൂർ. ആലപ്പുഴയിലെ ചെങ്ങന്നൂരിൽ വെച്ചാണ് കുടുംബശ്രീയുടെ ദേശീയ സരസ് മേള 2025 നടക്കുന്നത്. സംസ്ഥാനങ്ങളുടെ സംസ്കാരവും തനിമയും വ്യക്തമാക്കുന്ന കരകൗശല വസ്തുക്കൾ, കലാരൂപങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ എന്നിവയുടെ പ്രദർശനത്തിനും വിപണനത്തിനുമായുള്ള മേളയാണ് സരസ് മേള.